I regret all those things, what I've done in the past. Still you having that regret? I still have that regret. പക്ഷേ I can't do anything about it. വളരെ മോശമായ ഒരു സിനിമ കണ്ടു. വളരെ മോശമായ സിനിമ. മലയാളം. അതെൻ്റെ ഡയറക്ടറിനെ കണ്ടപ്പോൾ പടം കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. What's your connection with Puneeth Rajkumar? അവരുടെ കുടുംബക്കാരെ അറിഞ്ഞ് എന്നെ പൊക്കി വിടുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ്, പൃഥ്വിരാജ് എല്ലാവരും ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അവർ ഫേവറേറ്റ്. അവർ അതേ ആക്ടേഴ്സും ഡസന്റ് മീൻ ദേ ബാഡ് ആക്ടേഴ്സ്. പല കാരണങ്ങളും ഉണ്ടായിരിക്കും പെർഫോമൻസ് മോശമായി പോകും. സുകുമാരൻ എന്ന നടന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അൺബിലീവബിൾ. ആ പെർഫോമൻസ് എനിക്ക് ആ രണ്ട് മക്കൾക്ക് വരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സിനിമയുടെ മെയിൻ സുഹൃത്തിന്റെ പ്രശ്നം എന്ന് പറയാം, എല്ലാവരും സ്റ്റാർസാണ്. നോബഡി വാണ്ട്സ് ടു ബിക്കം ആക്ടേഴ്സ്. വി നീഡ് ആക്ടേഴ്സ്. ഞാൻ പറഞ്ഞ എല്ലാം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റാറായിട്ട് അവരെല്ലാം നടന്മാരാണ്. ഒരു ചെറിയ മാനസിക രോഗികളുണ്ട്, വിളിച്ച് അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായി മൂഞ്ചി എല്ലാം നിങ്ങൾക്ക് കുറെ ആൾക്കാർ. പിന്നെ nothing can affect me anymore because I've seen everything. The worst, I've seen the worst, I've seen the disasters. God is not going to move his little finger for you. Whatever has to happen, you have to put it out there. If you don't work, nothing's going to happen. How you define yourself? It all depends how you treat me. Yes. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Yes! Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Question ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. What's your connection with Puneeth Rajkumar? എനിക്കറിയില്ല. കാരണം എല്ലാ കമന്റ് നോക്കിയാലും രൂപേഷ് ഇന്റർവ്യൂടെ താഴെ he looks like Puneeth Rajkumar. കറക്റ്റ് ഞാൻ Puneeth Rajkumar ആണെന്ന് വിചാരിച്ചു. Have you ever തോന്നിയിട്ടുണ്ടോ പേഴ്സണലി? എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. I don't know. അവരുടെ കുടുംബക്കാരെ അറിഞ്ഞ് എന്നെ പൊക്കി വിടുന്നത്. ഇത് എപ്പോ മുതലേ കേൾക്കാൻ തുടങ്ങുന്നത്? ഇത് സിനിമ എനിക്ക് വെച്ചാൽ മെക്സിക്കൻ ഭാരതിക്ക് ശേഷമാണ്. മെക്സിക്കൻ ഭാരതിക്ക് ശേഷം ഈ പറയുന്ന പോലെ ഞാൻ ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് വെയിറ്റ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മറ്റേ ലീൻ ഡൗൺ ആയ സാധനം ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോ അപ്പൊ ഞങ്ങളുടെ ജോലൈനൊക്കെ ഏകദേശം ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്കുമാർ പറയും. അപ്പൊ അങ്ങനെ അപ്പൊ അതേ പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ. അതറിയാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ടർ, ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. ഐ മീൻ പാസ്റ്റ് അറ്റ് വെരി ഏർലി ഏജ്. പക്ഷെ എന്താ പറയാ, ആൾക്കാർ പേഴ്സണാലിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിൽ ഐ ആം നോവെയർ നിയർ സ്റ്റൈൽ. അതാണ് കാര്യം. മൾട്ടി ടാലന്റ്, അമേസിങ് ആക്ടർ, അമേസിങ് ഡാൻസർ എല്ലാമാണ്. പക്ഷെ ഇഫ് യു ഞാൻ കമ്പാരിസൺ കാഴ്ചയിൽ മാത്രം ചെറിയ ചായത്തുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട് ഈ പറയുന്ന എല്ലാ കമന്റുകളും. എനിക്ക് തോന്നുന്നു ഒരു കമന്റ് 90% ആൾക്കാർ പറയുന്ന സെയിം തിങ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ സൂരജൻ എപ്പോഴെങ്കിലും ഭാവിയിൽ ശിവരാജ് കുമാർ ഇന്റർവ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ കാര്യം പറയട്ടെ. അല്ലല്ല, ഞാൻ വിളിച്ച അപ്പൊ അവിടെ എത്തിയിരിക്കുക. ആദ്യം പറഞ്ഞു എങ്ങനത്തെ ആളുണ്ട് അറിയുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമുക്ക് കാൺ ബ്രിങ് ഡൗൺ ടു വൺ തിങ്. ഈ പറഞ്ഞ തന്നെ അത് ഞാൻ പറഞ്ഞു. അല്ല അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ലിസ്റ്റ് ഇസ് ലോങ്. മൈ ഫേവറേറ്റ് ആക്ടർ അങ്ങനെ ഒന്നും ഇല്ല. കാരണം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, സി ഐ ടെൽ യു വാട്ട്, ഇപ്പോ ഫോർ മീ ഫഹദ് ഇസ് എ ബ്രില്യന്റ് ആക്ടർ. പക്ഷേ there are movies of ഫഹദ് എനിക്ക് ഭയങ്കര മോശമായിട്ട് അയാൾ അഭിനയിച്ചു, ഭയങ്കര മോശം സിനിമയായിരിക്കും, അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറയണതിൽ ഇവർ ചെയ്യുന്ന ഗംഭീരമായ റോളുകൾ ആണ് നമ്മൾ അവരെ ഫേവറേറ്റ് ആക്കുക. ബട്ട് ഐ ഡു നോട്ട്, അത് പറഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന ഒരു സാധനം എല്ലാ ആക്ടേഴ്സിലും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ്, പൃഥ്വിരാജ് എല്ലാവരും ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അവർ ഫേവറേറ്റ്. അവർ അതേ ആക്ടേഴ്സും അത് ഡസന്റ് മീൻ ദേ ബാഡ് ആക്ടേഴ്സ്. പല കാരണങ്ങളും ഉണ്ടായിരിക്കും പെർഫോമൻസ് മോശമായി പോകും. സോ എനിക്കങ്ങനെ ഫേവറേറ്റ് ഇല്ല. ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത് ബ്രില്യൻ്റ് ആയിട്ട് പുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സുകുമാരൻ സാറിന് ഭയങ്കര ഇഷ്ടം. മരിച്ചുപോയി. പക്ഷെ ഞാൻ എത്ര കണ്ടുണ്ടാവില്ല എന്ന് എൻ്റെ വിശ്വാസം. കുറുക്കൻ്റെ കല്യാണം കേട്ടിട്ടുണ്ട്. അത് സത്യന്തിക്കാടിന്റെ പടമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ, അതില് ഞാൻ പറയട്ടെ, അതില് സുകുമാരൻ എന്ന നടന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അൺബിലീവബിൾ. ബ്രില്യന്റ് ആക്ടർ എന്നുള്ള കാര്യം ഒറ്റ സിനിമ ഉണ്ടാകും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. എന്താ പറയാ, എനിക്ക് ആ പടം എത്ര അട്രാക്ഷൻ ആവുന്ന കാര്യത്തില് അദ്ദേഹത്തിന്റെ അഭിനയം, ആ മുഖത്ത് വരുന്ന വികാരങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പോലും
എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ ഐ ഡോണ്ട് തിങ്ക് സോ. ആ പെർഫോമൻസ് എനിക്ക് ആ 2 മക്കൾക്ക് വരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഭീരമായി മനസ്സിലായോ? സോ ഇഫ് യു ആസ്ക് മീ ഫേവറേറ്റ് ആക്ടർ ഞാൻ സുകുമാരനെ ഞാൻ പറയും. ഫുൾ വിന്റേജിലാണല്ലേ രൂപേഷ്? അങ്ങനെ വിന്റേജ് എന്ന് പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല. അവർ ചെയ്തത് ഇവിടെ ആരെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പ് നോച്ച് അടിച്ചടിച്ച് പോകാം. അപ്പൊ അത് ഇത്ര പേരുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സിനിമയുടെ മെയിൻ സുഹൃത്ത് എന്താ പ്രശ്നം എന്ന് പറയാം, എല്ലാവരും സ്റ്റാർസാണ്. നോബഡി വാണ്ട്സ് ടു ബിക്കം ആക്ടേഴ്സ്. വി നീഡ് ആക്ടേഴ്സ്. ഞാൻ പറയാം, എല്ലാം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റാറായിട്ട് അവരെല്ലാം നടന്മാരാണ്. ഇത് എന്ന് റിയലൈസ് ചെയ്യുന്നു ഇവിടെ ഒരു വേറെ ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. സ്റ്റാറിന് വാസ് നത്തിങ്. അതാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആക്ടിങ് അത് ഞാൻ പറഞ്ഞു ഇന്നാൾ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ട കാര്യം, ഒരു ഇന്റർവ്യൂല് സത്യന്തിക്കാടിൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞു എന്ന്, നമുക്ക് കൊച്ചു പടം ചെയ്യാം, ചെറിയ പടം ചെയ്യാം, ലെറ്റ്സ് ഡു കോണ്ടന്റ് ഡ്രിവൻ മൂവീസ്. അത് അവരുടെ ഹങ്കർ സ്റ്റിൽ ഫോർ ഗ്രേറ്റ് ആക്ടിങ്. അവൺ ആക്ട് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ആഫ്റ്റർ ബീങ് പാർട്ട് ഓഫ് കുറെ കമേഴ്ഷ്യൽ സിനിമകളുടെ പാട്ടായിട്ടോ അല്ലെങ്കിൽ കുറെ ബിഗ് ബഡ്ജറ്റഡ് പാട്ടായിട്ടോ ലൈക് ദേ നീഡ് സം പണ്ടത്തെ പടങ്ങൾ ചെയ്യണം, ചെറിയ പടം കോണ്ടന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. കാതലുണ്ട്, നൻപകൽ നേരത്തെ സ്മോൾ ഡ്രിവൻ കോണ്ടന്റ് ഡ്രിവൻ മൂവീസ്. അപ്പൊ അതേപോലെ എല്ലാവരും ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ആക്ടേഴ്സ് ചെയ്യാം. പക്ഷെ നടക്കുമോ? പുതിയ ആൾക്കാർ ചിന്തിക്കണം. ഇപ്പൊ വരുന്ന ആക്ടേഴ്സ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അതായത് സ്റ്റാർഡ് അല്ല, ഇറ്റ് ഈസ് കോണ്ടന്റ്. ഐ നീഡ് ടു എപ്പോൾ പുഷ് മൈ സെൽഫ് ആസ് ആൻ ആക്ടർ എന്നൊരു സംഭവമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ആക്ടേഴ്സ് ആർ പുഷിംഗ് ദെംസെൽവ്സ്. ഓക്കേ, ഹൗ യു ഡിഫൈൻ യുവർസെൽഫ് രൂപേഷ് എന്ന് പറയുമ്പോൾ? രൂപേഷിനടുത്ത് ഞാൻ ചോദിക്കാണ്, രൂപേഷിനെ എങ്ങനെ ഇപ്പൊ രൂപേഷിന് എനിക്കൊരു പരിചയമില്ല. ഇമാജിൻ ലൈക്ക് എനിക്കൊരു പരിചയമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഹൗ യു ഡിഫൈൻ യുവർസെൽഫ് എന്ന് പറയുമ്പോൾ ഇൻ 3 words ഡിഫൈൻ മൈ സെൽഫ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ ഡിഫൈൻ ചെയ്യാനാണോ? I'm a mixed feeling ഇമോഷണൽ ആളത്. എനിക്ക് ഞാൻ ഇന്നതാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് ഇങ്ങനെ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. All depends how you treat me. You treat me good, you find the best version. You treat me bad, you find the worst version. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് അങ്ങനൊന്നും ഇല്ല. ഞാൻ ഭയങ്കര റിയാക്റ്റീവ് ആണ്. ഇൻ സെൻസ് ലൈക്ക് ഞാൻ മൂത്തോയി കാര്യം പറയും, അത് ഇപ്പം ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ജനസിന്റെ കുളം എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷെ എഗെയിൻ ഞാൻ ഇന്റൻഷൻ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഐ തിങ്ക് ഐ ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ്. ഞാൻ ഇഷ്ടമാണ് ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലായി. പക്ഷെ ഐ സ്റ്റോപ്ഡ് ഇറ്റ് ലോങ് ബാക്ക്. അത് അന്ന് ഇമ്മെച്യൂരിറ്റി ആയിരുന്നു. Now I think I have reached that maturity thing, so I decided not to do it anymore. ആര് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, സോ കാരണം യു നെവർ നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. നമുക്ക് ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ മൊമെന്ററി പോയിന്റിൽ ഇൻസൾട്ട് ചെയ്തു, എന്താ പറയുക, പിന്നീട് നമുക്കത് തിരിച്ചെടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞു, നമ്മൾ പറഞ്ഞ സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല. സെറ്റ്. അപ്പം അതുകൊണ്ട് ഐ യൂസ് ടു ഡു ദാറ്റ് എ ലോട്ട്. ഞാൻ കണ്ടുപിടിച്ച് തേടി പിടിച്ചിരുത്തി യൂസ് ടു അബ്യൂസ് ആൻഡ് ഇൻസൾട്ട് ആൻഡ് ഐ യൂസ് ടു ഡു ദാറ്റ്. പക്ഷെ അത് ഞാൻ നിർത്തി. അപ്പോൾ എനിക്ക് ഐ റിഗ്രറ്റ് ഓൾ ദോസ് തിങ്സ് വാട്ട് ഐ ഡൺ ഇൻ ദ പാസ്റ്റ്. Still you having that regret? I still have that regret. പക്ഷെ ഐ കാൻറ്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. It's in the past. അപ്പോൾ ഇനി ഇങ്ങോട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മൂത്തോയി കാര്യം പറയുന്ന വെച്ചാൽ ഞാൻ ഇൻവോൾവ് ആവുന്ന വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ മൂത്തോയി കാര്യം പറയും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ബിക്കോസ് അഗെയിൻ ഇറ്റ്സ് പോയിന്റ്ലെസ് യു പുട്ടിങ് ഔട്ട് യുവർ തോട്ട്സ്. അഭിപ്രായം എന്ത് കാര്യമായിരിക്കും? ഇപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യത്തിൽ മാറ്റം വരികയാണെങ്കിൽ ഞാൻ അഭിപ്രായം പറയും, ഇല്ലെങ്കിൽ ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. അതായത് നോട്ട് മൈ മങ്കി നോട്ട് മൈ ബിസിനസ്. അതാണ് എൻ്റെ ബിസിനസ് ഞാൻ പറയും. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, സി ഐ എം നോട്ട് എ വേൾഡ് ക്രിട്ടിക്. സത്യം, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ വേൾഡ് ക്രിട്ടിക്. കാരണം ഐ എം ഇൻ വൺ ബിസിനസ് വേ ഐ നീഡ് ഫ്രണ്ട്സ് ഇൻ ദിസ് നെറ്റ്വർക്കിംഗ് തിങ്. സിനിമ ഇൻഡസ്ട്രി അങ്ങനെയാണ്. എനി ബിസിനസ് ഫോർ ദാറ്റ് മാറ്റർ യു നീഡ് ഫ്രണ്ട്സ്, യു ഡോണ്ട് നീഡ് ഫോഴ്സ്. ഇപ്പം ഈ പറയുന്നത് പോലെ എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ യു കാൺ ബി ബ്രൂട്ട്ലി ഓണസ്റ്റ് ടു ഫോഴ്സ്. യു കാൺ ബി. കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അതേ പറഞ്ഞ ചില പടങ്ങൾ മോശം സിനിമ കണ്ടിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആക്ടറോ കണ്ടു, ഞാൻ കണ്ടില്ല, പ്രശ്നം നിർത്തി. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ കണ്ടു. സ്റ്റിൽ ഐ എം ബീങ് പൊളൈറ്റ്. അതാണ് കാര്യം. സോ ലെറ്റ്സ് കീപ് ഇൻ ദാറ്റ്. ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കുറെ പേർക്ക് ഭയങ്കര ബോൾഡ് ആൻഡ് സീരിയസ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ രൂപേഷ് എന്ന പേഴ്സൺ ഹ്യൂമർ പടം ചെയ്ത് അതൊരു റിവെഞ്ചിലൂടെ പടം ചെയ്ത ഓഡിയൻസിന്റെ ക്ലാപ്പ് മേടിക്കാൻ അതിൽ സക്സസ്ഫുൾ ആയിട്ട് ആളാണ്. അപ്പൊ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമോ? ഇല്ലില്ല, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒപ്പീനിയൻ ഞാൻ പറയും.
സോ അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ടർ വെദർ ഹി വോണ്ട്സ് ടു ഇൻകോപ്പറേറ്റ് ഓർ നോട്ട്. ഇപ്പോൾ അനുഷ് ഇപ്പോൾ മൂപ്പരെല്ലാം ഫീഡ്ബാക്ക് സ്വീകരിക്കുന്ന ആളാണ്. നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാനിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചേളി ചെയ്തെന്ന് പറയും. അപ്പം ചെയ്ത് കഴിയുമ്പോൾ ഇനി അതൊന്ന് ചിലപ്പോൾ അത് ഓവർ ദ ടോപ്പ് ആണോ ചിലപ്പോൾ താഴെയാണോ അത് പറഞ്ഞുതരും, ആ മീറ്റർ പറഞ്ഞുതരും, അത്രയും പോണ്ട താഴ്ത്തി പിടിച്ചോ എന്ന് പറയും. അതേ പറഞ്ഞു. ഇപ്പം എൻ്റെ നല്ല എക്സ്പീരിയൻസ് അനുഷിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നത്തെ കാര്യം പറയും, ഓരോ ഡയറക്ടേഴ്സിന്റെ വിഷൻ ഡിഫറെന്റ്. ആൻഡ് വി ഹാവ് അവർക്ക് എത്ര പറഞ്ഞാലും അവസാനം അവർ ഇൻവിഷൻ ചെയ്യുന്ന സാധനം നമുക്ക് അവസാനം സിനിമയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ട്രസ്റ്റ് ദ ഡയറക്ടർ എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്. സോ ഐ ഓൾവേസ് ട്രസ്റ്റ് മൈ ഡയറക്ടർ. ചിലപ്പോൾ വർക്കും ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. ഐ ഡോണ്ട് നോ. നല്ല കപ്പാസിറ്റി ഉള്ള ആക്ടേഴ്സിന്റെ കൂടെ ഡയറക്ടേഴ്സ് കൊളാബറേറ്റ് മെജോറിറ്റി വർക്ക് ആവും, ചിലതൊക്കെ വർക്ക് ആവാതെ പോകും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം കൊണ്ടാവും. നമ്മളൊരിക്കും അയ്യോ ഗോഡ് ലൈക്ക് വാട്ട് ഹാപ്പൻ, നല്ലൊരു ആക്ടർ, നല്ല കപ്പാസിറ്റി ഉള്ള ആക്ടർ, പക്ഷെ ഇതിൽ കൊണ്ട് നമ്മൾ പറയും ഇങ്ങനെ തന്നെ ഇതിൽ കൊണ്ട് തല വെച്ചല്ലോ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ തോന്നിയ സിനിമകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ലൈക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു? പേഴ്സണൽ സജഷൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആസ് എൻ ഓഡിയൻസ്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വേണമെങ്കിൽ കോമന്റ് ആണ് ഇതിനകത്ത്. പക്ഷെ ഞാനേ എൻ്റെ കേസിൽ ഞാൻ ആക്ടേഴ്സിനടുത്ത് പറയാറുണ്ട്. ഞാൻ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും യു റിയലി നീഡ് ടു പുഷ് യുവർ സെൽഫ്. അപ്പോൾ ഇത് തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ നാളായിട്ടും. അത് കേൾക്കുമ്പോൾ ചില ആൾക്ക് നല്ല രീതിയിൽ റിസീവ് ചെയ്യും, ചില ആൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുമുണ്ട്. അപ്പം ഇവർ ഇഫ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ക്രിറ്റിസിസം then they should stop asking for feedback. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഇപ്പം ഞാനിപ്പോൾ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ട് അതെ ഭയങ്കര മോശമായിരുന്നു നിങ്ങൾ എന്തിനാ ചെയ്തത് ഞാൻ ചോദിക്കാറില്ല. ചോദിച്ചാൽ ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഞാനൊരു നാളൊരു വളരെ വളരെ മോശമായ സിനിമ കണ്ടു, വളരെ വളരെ മോശമായ സിനിമ മലയാളത്തിൽ. അപ്പം ഞാൻ എന്നിട്ട് അത് ഞാൻ അവരോട് പറയാം. അപ്പം അതിൻ്റെ ഡയറക്ടറിനെ കണ്ടപ്പോൾ പടം കണ്ടുവെന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. പ്രശ്നം കണ്ടു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എല്ലാതും പറയുന്നത്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് തന്നെ പല സിനിമകളുടെ പ്രിവ്യൂ ഷോയിന് വിളിക്കുമ്പോൾ ഞാൻ പോവാത്തതിന്റെ കാരണം ഞാൻ പ്രിവ്യൂ ഷോയിന് പോയി ഇപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രൊഡ്യൂസറിനെ എഫക്ട് ചെയ്യും, ഡയറക്ടറിനെ എഫക്ട് ചെയ്യും, എല്ലാവരും എഫക്ട് ചെയ്യും. പോവാണ്ടിരുന്ന പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. I will എന്താ പറയുക go out of my way to tell people you should watch this. It's a great film എന്ന് പറയും. ഞാൻ പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിഷ്കിൻ്റെ കാണും. It's brilliant. You loved it, right? I loved it in the sense of the way they wrote the screenplay. Screenplay is amazing. Beautiful direction, beautiful acting. എല്ലാതും ഒരു ഡയറക്ടറിൻ്റെ ഒരു ക്ലാസ് വർക്കാണ്. സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച്. അതിൻ്റെ സിനിമാറ്റോഗ്രഫി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ what I'm saying is that it's a brilliant film. ആൻഡ് ഞാൻ പറയട്ടെ, ഞാൻ ഒരു പ്രാവശ്യം 4-5 പ്രാവശ്യം പടം കണ്ടു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു പടം. ആൻഡ് ഐ ഡിഡ് റെക്കമെൻഡ് ടു ലോട്ട് ഓഫ് ഫ്രണ്ട്സ് കാണണം എന്ന് പറഞ്ഞു. ഐ മെയ്ഡ് നോട്ട് ഹാവ് ഗോ നമ്മുടെ സോഷ്യൽ മീഡിയ പോയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു സർക്കിളിൽ ഞാൻ എപ്പോഴും പറയാം ഈ പടം കാണണം, കിട്ടലും പടം ഞാൻ പറയും. പടം ഒന്ന് കുറച്ചൊരു ഫ്ലോപ്പോ ഡിസാസ്റ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്ന അങ്ങനെ ഒരു ചില മാനസിക രോഗികളുണ്ട് വിളിച്ച് അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായി മൂഞ്ചി എല്ലാം കുറെ ആൾക്കാർ. പിന്നെ അപ്പം എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ക്രിറ്റിസിസം എടുക്കാൻ അറിയണ്ടല്ല. ഐ ഡു സംതിങ്. എനിക്ക് ഒരു ഞാൻ 2 പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 2 പടം ഫൈനൽ നമ്മൾ ചെയ്യുന്ന മിക്സിംഗ് ആണല്ലോ. ഈ ഫൈനൽ മിക്സിങ് സമയത്ത് എനിക്കറിയാം എവിടെ പാളി എന്ത് പാളിയില്ല അതൊക്കെ എനിക്കറിയാം. ഇപ്പോൾ തീവ്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇൻട്രോലായപ്പോൾ എനിക്കറിയാം കൈയിടിയിരിക്കും. സെക്കൻഡ് ഹാഫ് ഈ ഒരു പോയിന്റിൽ കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി. ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴും കൈയടിയാവുമെന്ന് എനിക്കറിയാം. ബ്രൂട്ടസ് പൊട്ടിച്ചെടി എവിടെയൊക്കെ വരും ഞാൻ വിചാരിച്ച സ്ഥലത്ത് എല്ലാ ആൾക്കാരും ചിരിച്ചു. സോ അപ്പോൾ ഈ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ കം ആൻഡ് ടെൽ മീ ഓക്കെ ദിസ് ഇസ് ദ റീസൺ ഇറ്റ്സ് കൂൾ. അപ്പം നോ, ഐ നോ ദാറ്റ്. പിന്നെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും ഈ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ഫീഡ്ബാക്ക് ആരോട് ചോദിക്കാറില്ല. നമുക്ക് അറിയാമല്ലോ, യു സീൻ ദ മൂവി, സീൻ ദ റിയാക്ഷൻസ്, യു നോ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. അപ്പോൾ ഒരു ജഡ്ജ്മെന്റ് എനിക്ക് നേരത്തെ എനിക്കുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക കഷ്ടപ്പെട്ട് ഇനി എന്താ പറയുക കണ്ട അഭിപ്രായം ഞാൻ എന്തിനാ അഭിപ്രായം ചോദിക്കും. ഐ നോ വാട്ട് ഇസ് അഭിപ്രായം. മനസ്സിലായോ? ചില ആളുകൾ വിളിച്ചിട്ട് ഔട്ട് ഓഫ് ദ ഹാപ്പിനെസ് ഞാൻ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ താങ്ക് യു എന്ന് പറയും കഴിയും. കുറ്റം പറഞ്ഞ് വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ എന്റർടൈൻ ചെയ്യാറില്ല ആരും. മൂവി ലവർ ആണ്, മൂവി സിനിമകൾ കാണാനും ക്രിട്ടിസൈസ് ലൈക്ക് ഇൻ എ ഗുഡ് വേ. നമ്മുടെ ഐ ഡോണ്ട് ക്രിട്ടിസൈസ് ബട്ട് നമ്മൾ കാണുന്ന ഓക്കെ ലൈക്ക് യു നമ്മള് മൈൻഡിൽ പറയല്ലോ അല്ലെ ഓക്കെ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ സെൽഫ് ടോക്കിംഗ് പോലെ ചെയ്യുന്ന പോലെ. സോ ഏതെങ്കിലും സിനിമ കണ്ടിട്ട്
ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ വാ എനിക്ക് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഇൻ എ ഗുഡ് വേ. നമുക്കൊരു സിനിമയുടെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ല രസമായിരുന്നു തന്നെ. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് അത് ഞാൻ പറയണ ഇപ്പൊ അത് ഞാൻ പറഞ്ഞു അവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് അവരെക്കാട്ടും നന്നായി ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു റോൾ ഒന്നുമില്ല. എന്നാള് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് കാർത്തിക് ശങ്കറിന്റെ അടുത്ത് ചോദിച്ചു, ഒരു എന്നെ കൊണ്ട് ഒരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തൊരു ക്യാരക്ടർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റോൾ ഡു യു റെക്കമെൻഡ് ഹിം ടു ഡു? അപ്പോൾ കാർത്തിക് പറഞ്ഞു സർഗം സിനിമയിലത്തെ കുട്ടന്തമ്പുരാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പറഞ്ഞു, എനിക്ക് ആരെങ്കിലും അങ്ങനെ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടന്തമ്പുരാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെയല്ല, സച്ച് എ ഹ്യൂജ് സ്കോപ്പ് ടു പെർഫോം. മനോജ് കെ ജയൻ ചേട്ടൻ പൊളിച്ചടക്കിയ സാധനം. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായത് ആ സിനിമ സർഗത്തിന്റെ കുട്ടന്തമ്പുരാൻ. ഈസ് അമേസിങ് ആക്ടർ. അപ്പോൾ അത് എന്ത് പുൾ ഓഫ് ആയിട്ട് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാര്യം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ഞാൻ ഡീപ്പ് ഡൈവ് ചെയ്യാൻ ചെയ്യുള്ളൂ. പേയ്മെന്റ് വേണം, കാശ് വേണം. ഇപ്പൊ സാധാരണ വാങ്ങിക്കുന്നതുകൊണ്ട് കൂടുതൽ കാശ് വാങ്ങിക്കും. വേറെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാല് മെന്റലി എക്സോസ്റ്റഡ് ആയിട്ട് മൈറ്റ് ടേക്ക് സം ടൈം ടു കം ഔട്ട്. സി ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ അവസാനം ഡയറക്റ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ, അത് ദറ്റ് മൂവി ഈസ് അബൌട്ട്, ഇറ്റ്സ് എ ഡ്രാമ, ഇറ്റ്സ് എ കോമഡി. അച്ഛനും മകൻ്റെയും ഒരു ഫൈറ്റും പരിപാടിയും ട്രാൻസ്ഫോർമേഷനും ഒക്കെയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ദിസ് ഈസ് എ ടോട്ടൽ ഡ്രഗ് അഡിക്റ്റ്. അത് കഴിഞ്ഞിട്ട് ദിസ് ഗൈ ഡിപ്രഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അല്ലല്ല, അത് എല്ലായിടത്തും നടക്കുന്ന കഥ. എല്ലാ വീട്ടിലും അച്ഛനും മക്കളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ പക്ഷെ അതിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഞാൻ സിനിമ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ മെന്റൽ ഹെൽത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഐ റോട്ട് ദ സ്ക്രിപ്റ്റ്, ഐ ഡയറക്റ്റഡ്, ഐ ആക്റ്റഡ്, അതൊക്കെ ഞാൻ ചെയ്തു. സോ ആ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് ടുക്ക് സം ടൈം ഫോർ മീ ടു കം ഔട്ട് ഓഫ് ദിസ് ഹോൾ തിങ്. ക്യാരക്ടർ അല്ല, ലൈക്ക് മൈൻഡ് ഫക്ക് എന്ന് പറയില്ല, അത് ഞാൻ ഐ റിയലി ഗോട്ട് സ്ക്രൂട്ട് മൈ ഹെഡ്. മനസ്സിലായി? അപ്പോൾ എനിക്ക് ഇറ്റ് ടുക്ക് ഗുഡ് 6 months ടു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം ഇറ്റ്. എനിക്ക് ഇപ്പോഴും ആ പടം, പിന്നെ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഞാൻ ഡബിങ് കഴിഞ്ഞിട്ടും ഞാൻ അറിയണം സ്ലിപ്പായി പോകാന്ന് പറയില്ലേ, ഒരു ഡാർക്ക് സോൺ. ദാറ്റ് മൂവി ടുക്ക് എവറിത്തിങ് ഫ്രോം മീ. എൻ്റെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, മെന്റൽ എക്സോഷൻ എന്ന് പറയില്ലേ, അത് ഭയങ്കരമായിട്ട് സംഭവിച്ചു. അതായത് ഇറങ്ങിയിട്ടില്ല, വൺസ് ഇറ്റ് റിലീസസ് അല്ല അങ്ങനെ ഇല്ലാത്ത കാര്യം അതാ പറയാം. ഓബ്വിയസ്ലി ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ, അതിൽ അഭിനയിക്കുന്നു, ഐ ഹാവ് ടു ഗിവ് മൈ 100%. പക്ഷെ അതിനെക്കാട്ടും ഉപരി അങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൗ ബാഡ്ലി ഇറ്റ് എഫക്റ്റഡ് മൈ മെന്റൽ ഹെൽത്ത് എന്നുള്ള സാധനം എനിക്ക് പിന്നീട് മനസ്സിലായി. ഐ ഡിഡ് സീക്ക് ഹെൽപ്പ്. ഞാൻ ഐ ഡിഡ് കൺസൾട്ട് വിത്ത് എ ഫ്യൂ തെറാപ്പിസ്റ്റ് ആൻഡ് കൈൻഡ് ഓഫ് തിങ്. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന വെച്ചാൽ മൈ തെറാപ്പിസ്റ്റ് ടോൾഡ് മീ then ചിലപ്പോൾ what all you have been going through all these while in your life, ഇതൊക്കെ you put it on a paper and you revisit it through acting, so that might have affected your mental health. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ think in this way, you took it out of your system, you put it out there, കഴിഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് അതിനൊക്കെ ശേഷമാണ് ഐ റീച്ച് ദാറ്റ് പോയിന്റ് വേർ nothing can affect me anymore. കാരണം because I've seen everything. The worst, I've seen the worst, I've seen the disasters. അതും കണ്ടു. That's why you answered ഞാൻ വീക്ക് ആക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ nothing gonna affect me. കാരണം I've seen everything. അപ്പോൾ ഞാൻ ഒന്നും ഇല്ല സംഭവിക്കായിരുന്നു അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും a good thing. അങ്ങനെ if you can be in this state, it's a great thing അല്ലേ. കാരണം എന്താ കാര്യം വേറൊന്നുമല്ല. ഞാൻ ടെൻഷൻ അടിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ഡെസ്റ്റിനി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വാട്ട് എവർ ഹാസ് ഇറ്റ്, ഞാൻ പറയട്ടെ, ഇവിടെ പഴയ സയൻറ്റിസ്റ്റുകളും എല്ലാവരും പറഞ്ഞ കാര്യം, വാട്ട് ഗോസ് അപ്പ് വിൽ കം ഡൗൺ, വാട്ട് ഗോസ് അറൗണ്ട് വിൽ കം അറൗണ്ട്, വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. അത് പ്രൂവൻ സയൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചേണ്ട കാര്യം, സംഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ പോയിന്റ്. ഞാൻ പറയട്ടെ, ഇത് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചു തരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവം വിളിയേക്കും, അത് നടത്തി തരും. ഐ ആം നോട്ട് എൻ എയ്ത്തിസ്റ്റ്, ഐ ഡു വിസിറ്റ് ടെമ്പിൾസ് ഉണ്ട്. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനും
ഒരു എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. ആർക്കിടെക്ചർ കണ്ട് മെസ്മറൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ടെമ്പിൾസിലൊക്കെ പോകേണ്ടത്. സത്യം പറഞ്ഞാൽ മനസ്സിലായി, മെഡിറ്റേഷന് വേണ്ടിയിട്ട് കാണുന്നൊരു സ്പോട്ടാണ്. അല്ലാണ്ട് അവിടെ പോയിട്ട് എന്താ പറയുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ഈ സാധനം വേണം, ഈ സാധനം വേണം, ഈ സാധനം, അതിന് വേണ്ടി വഴിപാട് മറ്റേത് മറിച്ചത് ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കൂല്ല. ആൻഡ് ദെൻ അഗെയിൻ യു സ്ലിപ്പ് ഇൻടു എ depression kind of thing. So I did all these things and I stopped it. ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ആണ്. ഇപ്പൊ ഇവിടെ ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഈ അച്ഛനും അമ്മയും പഠിപ്പിച്ച സാധനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെൻ ഐ റിയലൈസ് ദിസ്, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ മകൾ ഇത് ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ നോക്കുമ്പോൾ എന്റെ എക്സ് വൈഫ് പറഞ്ഞു കൊടുത്ത സാധനങ്ങള് അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ആ കൊച്ചിന് ജീവിതം തുടക്കില്ലെന്ന് ഞാൻ പറയും. ആൻഡ് ഐ കീപ് ടെല്ലിങ് മൈ ഡോട്ടർ, അതായത് സി God is not going to move his little finger for you. Whatever has to happen, you have to put it over there. If you don't work, nothing is going to happen. അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു, അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് അവർക്കൊരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദ കൾച്ചർ, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഗോഡ്, നത്തിങ്. ഐ ഡു ബിലീവ് ഇൻ സുപ്രീം പവർ. ദർ ഇസ് എ സുപ്രീം പവർ എന്ന് എനിക്കറിയാം. പക്ഷെ അതിന് ഇവർ കൊടുക്കുന്ന മുഖം, അതൊന്നും അതിലെനിക്ക് വിശ്വാസമില്ല. സോ അത് പറഞ്ഞ, അപ്പോൾ അതേ പറഞ്ഞ, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ഡെസ്റ്റിനി ആൻഡ് ഐ ഓൾസോ ബിലീവ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. പിന്നെ ടെൻഷൻ അടിച്ചാൽ അതേപോലെ നമ്മളിപ്പോൾ ഈ ആങ്സൈറ്റിയും പരിപാടി ഒന്നും കാര്യമില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഇസ് മെന്റ് ടു ഹാവ്. നമ്മൾ അങ്ങനെ സംഭവിക്കാറ്. ചില കാര്യം നടക്കാണ്ട് പോകുമ്പോൾ പിന്നീട് അറിയുമ്പോൾ നന്നായുള്ള നടക്കാണ്ടിരുന്നത്, അത് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയല്ലേ. അപ്പം അത് പിന്നീട് മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ റൈറ്റ് നോ എൻ്റെ ലൈഫിൽ ഐ ഡോണ്ട് എൻകൗണ്ടർ ദാറ്റ് സാഡ്നെസ് ഓർ എനിത്തിങ്. അതില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഐ വാസ് നോട്ട് വർക്കിംഗ്. I haven't put in the effort to work to make money to have a sustainable life. Instead of complaining, you have to work yourself in the life. അത്രേ ഉള്ളൂ. അത് actually fact ആണല്ലേ? That's a fact actually. Why the world is cruel to me? Why God is against? What is against you? പണിയെടുത്തില്ല, കാശുണ്ടാക്കില്ല, കഴിഞ്ഞു. Actually that's a fact അല്ല, ശരിയാ. സത്യം. See, I had an uncle, he passed away, chronic alcoholic. ഇയാള് രാവിലെ ഏറ്റിട്ട് കൈ വറക്കും കള്ളുടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കള്ളുടിച്ച് അപ്പോൾ ഇങ്ങനെ ഈ ഗെറ്റ്സ് ഡ്രങ്ക്, വിളിച്ചിട്ട് കരച്ചില്ല, ലൈഫ് ഇസ് ക്രൂവൽ ടു മീ, വേൾഡ് ഇസ് ക്രൂവൽ ടു മീ. ഞാൻ പറഞ്ഞു, ഡൂഡ് യു ആർ ആൽക്കഹോളിക്. നിങ്ങൾ ഈ നിങ്ങളുടെ ഈ വിഷമം കേട്ടിട്ട് ഞാൻ പിന്നെയും കാശിട്ട് പിന്നെയും നിങ്ങൾ പോയി കള്ളുടിക്കും. നിങ്ങൾ അതൊക്കെ നിർത്തി പോയി പണിയെടുക്കുക, അല്ലേ? പണിയെടുക്കുക, ജോലി എടുക്കുക, കാശുണ്ടാക്കുക, കുടുംബം നോക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ പാവം മരിച്ചുപോയി. ബിക്കോസ് ലൈക്ക് അമ്മാതിരി കുടിച്ച് ആള് BP ഷൂട്ടായിട്ട് ബ്രെയിൻ ഹെമറേജ് ആള് മരിച്ചുപോയി. So my point is, instead of complaining, you have to work towards it. അല്ലേ? See, I have alcohol once in a while. എൻ്റെ ഒരു ഫ്രീ ടൈം ഞാൻ കഴിക്കും. പക്ഷേ ഞാനത് പണ്ട് ഐ യൂസ് ടു പാർട്ടി വിത്ത് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പം അത് നിർത്തി ഞാൻ. ഇപ്പം എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 അടിക്കുക, ദശരഥം സിനിമ ഇരുന്ന് കാണുക, ഒന്ന് പൊട്ടിക്കറിയുക, കിടന്നുറങ്ങുക, കഴിഞ്ഞു. രസമല്ലേ? ഞാനേ ലോഹി സാറ് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ കരയുമ്പോൾ നമ്മളെ സെൽഫ് ക്ലെൻസിങ് നടക്കും. ഇത് ലോഹി സാറ് പറഞ്ഞു, ലോഹിദാസ് റൈറ്റർ ലോഹിദാസ് പറഞ്ഞ കാര്യം ഇതെന്റെ തലയിൽ സ്റ്റക്കായിട്ടിരിക്കും. എന്റെ അടുത്ത് പറഞ്ഞല്ല, ഇന്റർവ്യൂ ആയി, ഞാൻ ഇവിടെ ആരോ പറഞ്ഞത് ഞാൻ കേട്ടത്, ലോഹി സാറിന്റെ കോട്ട്. അപ്പൊ അത് ഇറ്റ്സ് സോ ട്രൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്ക്രിപ്റ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. ഇമോഷനില്ല. കിരീടമായിക്കോട്ടെ, ദശരഥമായിക്കോട്ടെ, യു ടേക്ക് എനി മൂവി, നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കും. അപ്പൊ എന്ന് പറയുന്നൊരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ക്ലെൻസിങ് യുവർ സെൽഫ്, it's a good thing. Is there any point Rupesh as a person ഒന്ന് പൊട്ടിക്കറിയാൻ പറ്റാതെ ഇങ്ങനെ കൺട്രോൾ ദശരഥം കാണുന്നത് പറഞ്ഞു? അത് ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അതും കണ്ടിട്ട് പിന്നെയും അങ്ങനെ അല്ല, ലൈക് ആഫ്റ്റർ വാച്ചിങ് ആ ഒരു ഇമോഷൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഐ ഹാവ് ഓൾ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഇൻ മീ. എനിക്ക് വിഷമമൊന്നും ഞാൻ അറിയും, ചിരി സന്തോഷമൊന്നും ഞാൻ പൊട്ടിച്ചിരിക്കും. അത് ഞാൻ അങ്ങനത്തെ എല്ലാ ഇമോഷൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ എന്താ പറയാ, എൻ്റെ മുഖത്ത് പെട്ടെന്ന് എൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. അതായത് ഇഫ് ഐ എം ആംഗ്രി, ഇറ്റ്സ് ദേർ ഓൺ മൈ ഫേസ്. പെട്ടെന്ന് മുഖത്ത് ഞാൻ വൈ ഷുഡ് ഐ ഹൈഡ്? See, if you are irritating me, you can see it on my face. Everybody can see it on my face. അതെന്താ കാരണം? You also need to understand you are irritating me. If my face is happy right now, it's because I'm happily having a conversation with you. ഇതാണ് അവസ്ഥ. അപ്പം ഞാനിതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. നമുക്ക് സിനിമയിൽ അഭിനയിക്കാം, ലൈഫിൽ അതിൻ്റെ ആവശ്യമില്ല. അത് ചെയ്യരുത്. കാരണം വാട്ട് ഇസ് ദ പോയിന്റ്? ബി എക്സ്പ്രസീവ് സോ ദ അതർ പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഡ്രോ ദ ലൈൻ എന്ന് പറയില്ലേ, യു നീഡ് ടു നോ വേ ടു ഡ്രോ ദ ലൈൻ. അത് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ് എക്സ്പ്രഷൻ, നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാൻ അറിയാം.
അതെല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. 1995 സ്ഫടികത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു വിഷൻ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നോ? ലൈക്ക് എനിക്ക് ഒരു വലിയൊരു സ്റ്റാർഡും, ലൈക്ക് അന്ന് ചെറിയൊരു ഏജിലാണല്ലോ സ്റ്റാർട്ട്? ഇല്ല, അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഐ ലവ് വാച്ചിങ് മൂവീസ്, ഐ വോണ്ട് ബി എ പാർട്ട് ഓഫ് മൂവീസ്. ഇത് മാത്രമേ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ സ്ഫടികത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അഭിനയിക്കാൻ വേണ്ടി എന്നോട് പത്രങ്ങൾ എങ്ങനെ ചോദിച്ചു, ഞാൻ നിനക്ക് ചാൻസ് തന്നാൽ നീ അഭിനയിക്കും? ഞാൻ പറഞ്ഞു ചാൻസ് തരൂ, എന്നാലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റും. അത് ഭദ്രങ്ങളായതുകൊണ്ടേ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞപ്പോൾ മൂപ്പര് അത് ഇഷ്ടപ്പെട്ടു, ആ കോൺഫിഡൻസ്. എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഒരു സീൻ ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു കൊടുത്തു. അതിലത്തെ ഒരു സീൻ തന്നെ വായിച്ച് ഞാൻ ചെയ്തു, മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭദ്രങ്ങൾ പറഞ്ഞിരുന്ന രീതിയും ടെക്നീക്സും കാര്യങ്ങളും, എൻ്റെ ആദ്യത്തെ സീനൊക്കെ അഭിനയിക്കുന്നത് ഫസ്റ്റ് തന്നെ തിലകനങ്ങളും ലളിതാൻ്റെയും KPC ലളിത, കരമന ജനാർദ്ദൻ ഇവരുടെ കൂടെ അഭിനയിക്കുന്നത് പിന്നെ ഇവരുടെ കൂടെ എന്നെ ഒരു മറ്റേ പുലിക്കൂട്ടിലോട്ട് ഇട്ടു. ആൻഡ് ദേ ഓൾ ഹെൽപ്പ് മീ, ഡു ദിസ് ഡു ദാറ്റ് എന്ന് പറഞ്ഞ് ക്യൂസ് തരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ കളറിൽ നിന്ന് പഠിച്ചിട്ട് വന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ പറയാൻ പറ്റായി, ഐ സ്ട്രോങ്ലി ഡോണ്ട് ബിലീവ് ഇൻ സ്റ്റാർഡം. യു ക്യാൻ നോട്ട് അച്ചീവ് സ്റ്റാർഡം, നോബഡി ക്യാൻ. ജനങ്ങളുടെ സ്നേഹമാണ് ഈ സ്റ്റാർഡം, മനസ്സിലായോ? ഇപ്പം എന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇപ്പോൾ വത്സര ക്ലബ്ബ് നാളെ തിയേറ്ററിൽ ഇറങ്ങി 1 ഹിറ്റ് അടിക്കുകയാണ്. അതിനുശേഷം എൻ്റെ വേറൊരു പടം ഇറങ്ങുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്. ദാറ്റ് ഇസ് സ്റ്റാർഡം. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ്, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം നന്നായി ഓടി ഹിറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിറ്റ് ആയതിനു ശേഷം ഇഫ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് ആ ആക്ടർ സ്റ്റാർ ആയോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത അയാളുടെ പടം ഇറങ്ങുമ്പോൾ ഇനീഷ്യൽ കളക്ഷൻ നോക്കും. ഇനീഷ്യൽ കളക്ഷൻ അല്ലെങ്കിൽ ഈസ് നോട്ട് എ സ്റ്റാർ. ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ട്. ഇവരെ പടം ഇറങ്ങുമ്പോൾ ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്, ഹൈപ്പ് ഉണ്ട്. സി ദാറ്റ് ഇസ് സ്റ്റാർട്ട്. സോ പ്രൊഡ്യൂസേഴ്സ് ആർ റെഡി ടു, അല്ലേ? അവരെന്നെ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതാണ് റിയാലിറ്റി. ഒരു കാര്യം അതായിക്കോട്ടെ, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അപ്പൊ അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ചില ആക്ടേഴ്സ് ഉണ്ട് ഗംഭീര നടന്മാരാണ്, പക്ഷെ അവരുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ഇനീഷ്യൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അവർക്ക് പടങ്ങൾ കളക്ഷൻ കയറി പോവുക. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ടക്ക് ചടിയും, അത് സ്റ്റാർ ഇന്ത്യ. സെയിം. അപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, ടു ആക്ട്. അപ്പോൾ എനിക്ക് ഐ ക്യാൻ അൺലീഷ് മൈ സെൽഫ്. അല്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരുമാതിരി എല്ലാവരും ഈ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് ഐ ഡോണ്ട് ഫൈൻഡ് ടു മച്ച്, ഐ ഡോണ്ട് ഗെറ്റ് കിക്ക് ഇൻ ദാറ്റ്. ടോക്കിംഗ് അബൌട്ട് തിലകൻ സർ, അതുപോലെ തന്നെ KPC ലളിത മാം, വലിയൊരു ലോസ് ആണ് മലയാളം സിനിമ, അല്ലെങ്കിൽ സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർ വലിയൊരു ലോസ് ആണ്. അതിന് അവരുടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഡെബ്യൂട്ട് സിനിമ വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മാമിനെ ഉമ്മ വയ്ക്കുന്നൊരു സീനുണ്ട്. ആ സീനില് ഭയങ്കര പേടിച്ചിട്ടാണ് എന്റെ കാര്യം അറിയോ, എന്റെ ആദ്യത്തെ സീൻ അതൊക്കെയാണ്. എന്നെ കൊണ്ട് ഇട്ടെന്ന് വെച്ചാൽ കറങ്ങി വന്നിട്ട് ഉമ്മ വെച്ചിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ദൈവമേ ഡാൻസും ചെയ്യണം, അതും ചെയ്യണം, ഇതും ചെയ്യണം. അപ്പൊ ഞാൻ ആന്റി ഞാൻ ഉമ്മ വെച്ചോട്ടെ. അപ്പൊ ആന്റി പറഞ്ഞു പിന്നെ ഉമ്മയൊക്കെ ഉണ്ടാ, ഞാൻ അമ്മയല്ലേ. അതാ പറഞ്ഞു, അവര് ആ ചിന്താഗതി മാറ്റിക്കളയും. ഞാൻ നിന്റെ അമ്മയാ, നീ എന്റെ മോനാ. ഞാൻ ഒറ്റടിക്ക് സാധനം റെഡിയാക്കി. അതേ പറഞ്ഞു. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹ്യൂജ് തിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ തിലകനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരിക്കലും ഫ്രണ്ട്ലിയായിട്ട് സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് ആഫ്റ്റർ മെനി ഇയേഴ്സ് മൂപ്പര് എന്ന് പറയുക എനിക്ക് തോന്നുന്നു ഉസ്താദ് ഓട്ടലൊക്കെ ശേഷം തോന്നുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് ഞാൻ കണ്ടപ്പോൾ എന്നെ ദൂരെ നിന്നാണ് മുമ്പ് മനസ്സിലായി. ദൂരെ നിന്ന് കണ്ടപ്പോൾ മുമ്പ് പറഞ്ഞു എടാ തോമാ അത് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. മൗണ്ടൻ ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ തിലകനങ്ങൾ എന്നെ ഇത്രയും ദൂരത്ത് കണ്ടിട്ട് ഇത്ര വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞു അങ്കിൾ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. നീ എങ്ങനെ മാറാൻ നിന്റെ മുഖം എന്താ പറയാ അങ്ങനെ ഐ ഡോണ്ട് നോ യാർ പെട്ടെന്ന് കേട്ടി വെരി നൊസ്റ്റാൾജിയ ചെയ്തത്. അപ്പം അതിന് ശേഷം അപ്പോൾ what I'm saying is that അപ്പം അന്ന് എന്നോട് ആ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു ഡു യു നോ വൈ ഐ വാസ് നോ ഫ്രണ്ട്ലി വിത്ത് യു ഡ്യൂറിങ് സ്പടികം എന്ന് പറഞ്ഞു. സ്പടികത്തിന് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ നിന്റെ ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. എന്താ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇല്ല അറിയില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി പെർഫോം ആസ് ഈ പറഞ്ഞ സ്ട്രിക്റ്റ് ആയ ഫാദർ, അച്ഛനോട് ദേഷ്യമുള്ള മകൻ. ഹി മെയിൻറ്റെയിൻ ദാറ്റ്. മനസ്സിലായി?
സോ ആഫ്റ്റർ മെനി ഇയേഴ്സ് From there itself we can understand how legendary. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ശരിയാണ് മൂപ്പര് പറഞ്ഞേ. മൂപ്പര് കളയും ചെയ്യുന്ന തമാശയായിട്ട് പക്ഷെ ആ സമയത്ത് തോന്നിയിട്ടുണ്ടോ എന്താ എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ? എനിക്ക് അന്നും തിലകങ്ങളെ പേടിയാ, ഇപ്പോഴും അതെ ഇപ്പോഴും വെച്ചാൽ അവസാനം വരെ കണ്ടപ്പോൾ എനിക്ക് പേടിയാ. പേടിയാണ്. ഞാൻ നല്ല പേടിയാ. പക്ഷെ പേടിയത് വേറെതല്ല, റെസ്പെക്ട് ആണ്. ആ റെസ്പെക്ട് കൊണ്ടുള്ള പേടി കാലം നമുക്ക് ഇരിക്കാനും തോന്നില്ല, ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അതാ പ്രശ്നം എനിക്ക് മമ്മൂക്കയുടെ അടുത്തുണ്ട്. എന്നുവെച്ചാൽ മമ്മൂക്കനെ കാണണമെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, ഞാൻ നിൽക്കും, നിന്ന് സംസാരിക്കും. പക്ഷെ ഈ വോൺസ് യു ടു സിറ്റ് ഡൗൺ വേറെ കാര്യം. പക്ഷെ എന്നാലും പേടിയല്ല, അവിടെ ഹ്യൂജ് റെസ്പെക്ട് എന്ന് പറയില്ല അങ്ങനെ. So thank you so much for joining. I hope you enjoy. ഇഷ്ടപ്പെട്ടോ? It was a great time speaking with you. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂലേ കരുത്. And I think as a person രൂപേഷിനെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ആയിരിക്കും ആസ് എ പേഴ്സൺ ഒന്ന് കുറെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ ഫുള്ളി ഓപ്പൺ അപ്പ് ആയി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതാ ഫസ്റ്റ് ടൈം ആണ്. സോ ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ് ബീയിങ് എ പാർട്ട് ഓഫ്. Oh, thank you so much. So thank you so much. സിനിമ അടിപൊളി ഹിറ്റ് ആവട്ടെ. ഇനി ആൻഡ് വി ആർ വെയിറ്റിംഗ്, ഡിറക്ഷൻ സിനിമകളിൽ വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് രൂപേഷ് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ചേഞ്ചുകൾ വരട്ടെ അല്ലേ? വരണം. അത് ഈ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ആൾക്കാരെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കണം. പുതിയ ആക്ടേഴ്സും പുതിയ ഡയറക്ടേഴ്സും തീരുമാനിച്ചു. ഐ തിങ്ക് ദ ചേഞ്ചസ് ഹാപ്പനിങ് റൈറ്റ് നൗ. പഴയ പോലെ ഒന്നുമല്ല, മെനി തിങ്സ് ഹസ് ചേഞ്ച്. പെർസ്പെക്റ്റീവ് മാറി തുടങ്ങിയ എല്ലാവരുടെയും ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്, ബാഡ് ചേഞ്ച് ആയിരിക്കും പറയില്ല, വെരി ഹെൽത്തി ഗുഡ് ചേഞ്ച്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെറ്റർ. ഇവിടെ നിന്ന് ഒരു ഹെൽത്തി സ്റ്റാർട്ട് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.